രാം നാരായൺ റാം. ധ്യാനം ചെയ്യാനുള്ള ശരിയായ രീതിയാണ് എന്ത്? ധ്യാനം ഒരു ശബ്ദശക്തിയാണ്. അത് ഒരു ആത്മീയ ശാസ്ത്രമാണ്. നോക്കുകതെങ്കിലും ഗ്രാമത്തിലോ നഗരത്തിലോ ഒരു സംഗീത പരിപാടി നടക്കുമ്പോൾ കുമാർ ശാനു, ലതാ മങ്കേഷ്കർ തുടങ്ങിയ പ്രശസ്ത ഗായകർ വരുമ്പോൾ അവരുടെ പ്രകടനത്തിന് ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെ ചെലവഴിക്കുന്നു. അങ്ങനെയുള്ള പരിപാടികളിൽ ആയിരക്കണക്കിന് ആളുകൾ ശാന്തമായി ഇരുന്നു ആ ഗാനങ്ങൾ കേൾക്കുന്നു. എങ്ങനെ? എല്ലാവരും അങ്ങനെ ഒരിക്കലും ശാന്തതയോടെ കേൾക്കുന്നു എന്ന് നോക്കൂ. അങ്ങേയറ്റം അനശ്വരതയോടെ. ആരും ഒരാളെയും ഉപദ്രവിക്കില്ല. എല്ലാവരും സമാധാനത്തോടെ കേൾക്കും. ഇനി ചിന്തിച്ചാലോ, ഇതിലെന്താണ് മായാജാലം? എന്താണ് ആ മരുന്ന് ആ പല ലക്ഷം പേരെ ഒരുമിച്ച് ശാന്തമായിരിക്കാൻ സഹായിക്കുന്നത്? എല്ലാവരും മായാജാലത്തിൽ ആകൃതരായിരിക്കുന്നു. ആരും ആരെയും അസ്വസ്ഥരാക്കുന്നില്ല. ആ പാട്ട് തന്നെ അത് ശബ്ദശക്തിയാണ്. ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ 50,000 കോടി ആത്മാക്കൾ, മനസ്സുകൾ, ചൈതന്യങ്ങൾ ഉണ്ട്. നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ രാജാക്കളാണ്. അതിനാൽ എൻ്റെ ഉള്ളിലുള്ള ഈ 50,000 കോടി ആത്മാക്കളുടെ രാജാവ് ഞാനാണ്. അവരെ പോഷിപ്പിക്കുന്നത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ഭൂമിയിൽ ഒരുവൻ രാജാവാണെങ്കിൽ ആ രാജാവിൻ്റെ ഉത്തരവാദിത്വം ഭൂമിയിൽ ആരും വിശപ്പോടെ ഇരിക്കാതെ നോക്കുക എന്നതാണ്. ഒരു മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം അവരുടെ കുട്ടികൾക്ക് വിശപ്പൊന്നുമില്ലെന്ന് നോക്കുക. നമ്മൾ എല്ലാവരും അന്നം, പരിപ്പ് തുടങ്ങിയവ കഴിക്കുന്നു. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ആത്മാക്കൾ, മനസ്സുകൾ, ചൈതന്യങ്ങൾ വിശപ്പോടെ ഉണ്ടെങ്കിൽ നമ്മൾ ദുർബലരാകും. നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും ചൈതന്യത്തെയും പോഷിപ്പിക്കാതെ പോയാൽ അവ തന്നെ നമ്മെ നശിപ്പിക്കും. എവിടെയും നമ്മൾ ശാന്തമായി ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ധ്യാനം വഴി നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന ആത്മാക്കളെയും ചൈതന്യത്തെയും ആഹാരമൊരുക്കണം. ധ്യാനത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ശബ്ദശക്തി നമ്മുടെ ആത്മാവിൻ്റെ വിശപ്പിനോട് സമാധാനം നൽകുന്നു, നമ്മെ ഊർജ്ജസ്വലരാക്കുന്നു. ധ്യാനം കൊണ്ട് നമ്മുടെ ശരീരം ബലവാനാകുന്നു, ജീവശക്തി ലഭിക്കുന്നു, ചിന്തിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യാനുള്ള കഴിവ് വർദ്ധിക്കുന്നു. പലരും ചോദിക്കുന്നുണ്ട്, ഈ ശബ്ദശക്തി എവിടെ നിന്നാണ് വരുന്നത്? അത് പ്രകൃതിയിൽ നിന്നാണ് വരുന്നത്. അതിനാലാണ് പ്രകൃതിയും സൃഷ്ടിയും ആകാശവും ബ്രഹ്മാണ്ടവുമെല്ലാം എല്ലാമാകുന്നത്. ഇവയാണ് നമ്മെ ജീവിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും. ധ്യാനത്തിനായി ഇരിക്കുമ്പോൾ ശാന്തമായൊരു സ്ഥലത്ത് കൂർമ്മമായി ഇരുന്നു റാം നാരായൺ റാം എന്ന നാമം ജപിക്കുക. ഈ നാമം ജപിക്കുമ്പോൾ ആദ്യം നിങ്ങൾക്കത് ഓർത്തുകൊണ്ടു ചെയ്യേണ്ടി വരും. എന്നാൽ കുറേ സമയം കഴിഞ്ഞാൽ അത് സ്വാഭാവികമായി സംഭവിക്കാൻ തുടങ്ങും. നാം ശ്വാസം എടുക്കുന്നത് പോലെ തന്നെ ഈ ജപവും മനസ്സിൽ സ്വതന്ത്രമായി തുടരുന്നു. ധ്യാനം എന്നത് ചെറിയൊരു പദമായിരിക്കാം, പക്ഷേ അതിൻ്റെ അർത്ഥം അതിവിസ്തൃതമാണ്. ധ്യാനത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അത് 5 മിനിറ്റ് ശാന്തമായി ഇരിക്കുന്നതേയുള്ളൂവെന്ന്. എന്നാൽ അതൊന്നുമല്ല. നിങ്ങൾ ധ്യാനത്തിലേക്ക് എത്ര ആഴത്തിൽ പോകുന്നു അത്രയും നിങ്ങൾ സ്വയം അറിയാൻ തുടങ്ങും. ധ്യാനത്തിലൂടെ നമുക്കുതന്നെ മാത്രമല്ല പ്രകൃതിയെയും മനസ്സിലാക്കാൻ കഴിയും. ധ്യാനം നമ്മളുടെ മനസ്സിനെയും വിവേകത്തിനെയും അന്തർമനസ്സിനെയും ബലവത്കരിക്കുന്നു. ധ്യാനം ചെയ്താൽ നാം നമ്മുടെ മനസ്സിൻ്റെ ദാസന്മാരാകാതെ അതിൻ്റെ അധിപന്മാരാകാം. ധ്യാനം ഒരിക്കലും ഒരാളെയും ഹാനിപ്പെടുത്തുകയില്ല. അത് ദൈവം നൽകിയ ഒരു അനുഗ്രഹമാണ്. ഇത് ചെയ്യുന്നതിലൂടെ സമയം നഷ്ടപ്പെടുന്നില്ല, പണം ചെലവാകുന്നില്ല, ഊർജം കളയുന്നില്ല. മറിച്ച് അതിലൂടെ നാം കൂടുതൽ ഊർജ്ജസ്വലരാകുന്നു.